വെച്ച് പറയുകയാണ്. ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല. കിട്ടുന്നത് കൊണ്ട് പോരും, എന്നിട്ട് അത് പാത്ത് വെക്കുവല്ല, അപ്പൊ തന്നെ ചെലവാക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് അങ്ങനെ ആര് ചോദിച്ചാലും ഇല്ലെന്ന് പറയത്തില്ല, അവർക്കും കൂടെ എടുത്താൽ കൊടുക്കും. അതാണ് പറഞ്ഞ് ഞെട്ടി. അങ്ങനെ രേണു സുധി ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രോ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണു സുധി ബിഗ് ബോസിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ട് രേണു സുധിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, ചങ്കും ചങ്കാണ്. രേണു സുധിയുടെ ഭയങ്കര സപ്പോർട്ടേഴ്സാണ്. രേണു സുധീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ രേണു സുധിയുടെ കൂട്ടുകാരി ഒരുപാട് വീഡിയോകളൊക്കെ ഇടുന്നത്. അപ്പോൾ അവരിപ്പം ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് മുക്കിയിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം BB റൂൾ അനുസരിച്ച് അവിടെ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള റൂൾസ് ഇല്ല. അത് BB റൂൾസ് ആണ്. അപ്പോൾ റൂൾസ് ഒക്കെ തെറ്റിച്ചാണ് ഈ കൂട്ടുകാരി ഇപ്പം ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. രേണു സുധിക്ക് വോട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി അവിടെ എത്തുന്നതിന് മുമ്പേ രേണു സുധിയുടെ PR വർക്കുകളൊക്കെ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വോട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇപ്പോൾ മുക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് വിവരമുള്ള ആരെങ്കിലും പറഞ്ഞാണ്, കാരണം ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം BB റൂൾസിനെതിരാണ്, അല്ലെങ്കിൽ രേണു സുധിക്ക് ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ, അല്ലെങ്കിൽ ആളേട്ടൻ ചോദിക്കുന്നൊക്കെ ഉള്ള ഇതിൽ വെച്ചിട്ടായിരിക്കും ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. എന്തായാലും ആരോ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചാൽ. അപ്പോൾ അവർ അതിനകത്ത് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ്, ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ, വ്യക്തിയല്ല ഒരു സ്ത്രീ എന്ന് ഇവർ പറഞ്ഞിട്ടാണ് നമുക്കറിയാം. രേണു സുധിയാണ്. ഇത്രയും ആക്ഷേപവും അധിക്ഷേപവും എല്ലാം അനുഭവിച്ച ഒരു സ്ത്രീ രേണു സുധിയാണെന്നാണ് പറയുന്നത്. വേറെ ആരും ഇതുപോലെ ഒരു വേദനയും കാര്യങ്ങളൊന്നും അനുഭവിച്ചില്ല എന്നാണ് പറയുന്നത്. മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു എന്തൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്, നീരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു. ഓക്കെ, ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം, സ്നേഹം, സപ്പോർട്ടും ഉണ്ടാവണം. വോട്ട് ചെയ്ത് അവളെ ജയിപ്പിക്കണം. നെഗറ്റീവ് കമൻ്റായി ആരും വരണ്ട എന്നാണ് ഈ കൂട്ടുകാരി പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനൊക്കെ എന്താ മറുപടി പറയാ? ഇപ്പം അവർ വിചാരിച്ച പോലെ, രേണു സുധി വിചാരിച്ച പോലെ അവരാഗ്രഹം സാധിച്ചല്ലോ. ഈ പറയുന്ന ബിഗ് ബോസിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ഇത്രയും കോലാഹലങ്ങൾ കാണിച്ചു കൂട്ടി. എന്തായാലും ആ ആഗ്രഹം സാധിച്ചല്ലോ. ഇനി അടുത്തത് കണ്ടറിയാം ബിഗ് ബോസിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബിഗ് ബോസിന്റെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഇവരെ ഓൾറെഡി റിയൽ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം മറ്റുള്ളവരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർക്കെതിരെ സംസാരിച്ച് ഇവർ ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ഉണ്ടല്ലോ, ഇവർക്ക് സിമ്പതി അങ്ങോട്ട് കയറ്റും. മിക്കവാറും അതാണ് നടക്കുന്നത്. സിമ്പതി കയറ്റിയിട്ട് കാണുന്ന പ്രേക്ഷകർ അയ്യോ ഒരു പാവമാണ്, അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് സിമ്പതിയുടെ പുറത്ത് ഇനി വോട്ട് കൊടുക്കാനുള്ള പരിപാടിയൊക്കെ മിക്കവാറും അങ്ങനെയുള്ള കുറേ ഇതുമായിട്ടൊക്കെ ആയിരിക്കും. ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ ഒരു സ്ട്രാറ്റജിയായിട്ടായിരിക്കും ഇവർ പോയിട്ടുള്ളത് തന്നെ. എന്തായാലും കണ്ടറിയാം. എന്തായാലും കുറേ പേര് ഇവർക്ക് വോട്ട് ചെയ്യും, ഇവരെ സപ്പോർട്ട് ചെയ്യും. കാരണം ബിഗ് ബോസ് ടീമിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ TRP വേണം. TRP കൂട്ടണമെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് വേണം. അപ്പം കുറേ പേര് സപ്പോർട്ട് ചെയ്യും, കുറേ പേര് സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ പോസ്റ്റ് ഇട്ട ഈ കൂട്ടുകാരിക്കും എനിക്ക് തോന്നുന്നു ഇതേ മെന്റാലിറ്റിയും ഇതേ മൈൻഡിലുള്ള ഇതേ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആളായോണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇത്രയും ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ച് കള്ളത്തരവും പറഞ്ഞ് ഈ റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും കാണിച്ചു കൂട്ടിയത് ഇവരാരും കാണുന്നില്ല. ഈ രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാർ ആരും കാണുന്നില്ല എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതാണ്. ഇത്രമാത്രം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവരെന്താണ് സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത്? കൊല്ലം സുധി എന്നുള്ള ഒരു കലാകാരൻ്റെ ഉള്ളൊരു സ്നേഹം വെച്ചിട്ട് പുള്ളിക്ക് കുറെ ആൾക്കാർ പൈസ കടം കൊടുത്തു, പുള്ളിയെ സപ്പോർട്ട് ചെയ്തു. അത് ഇവർ മുതലാക്കുകയാണ് ചെയ്തത്. ബിഗ് ബോസിൽ പോയി ആരോ പറഞ്ഞു കൊടുത്തു, ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കണ്ടില്ല, ഫിറോസ് വെച്ചു കൊടുത്ത വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ഫ്ലാറ്റിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് കളിച്ചത്. വീട് കൊള്ളത്തില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, ക്വാളിറ്റി ഇല്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഓൾറെഡി ഇവർക്ക് മുമ്പേ ബിഗ് ബോസിന്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് പോകാൻ സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഈ വീടിന്റെ ഒരു പ്രശ്നമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ജനങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്ത് ബിഗ് ബോസ് ചെന്ന് വോട്ട് അങ്ങോട്ട് കൊടുത്ത് ജയിപ്പിച്ച് ഫ്ലാറ്റ് അങ്ങോട്ട് മേടിപ്പിച്ച് കൊടുക്കും എന്നുള്ളൊരു
ചിന്തയിലായിരിക്കും ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടുകാർ ഈ പോസ്റ്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അവഗണനയും ഇത്രയും ആക്ഷേപവും അനുഭവിച്ചുള്ള വ്യക്തി, ഇത് ആരും നമ്മളാരും ഇപ്പം ഈ പറയുന്നുള്ള മലയാളികൾ ഇപ്പം ഇവരെ മനസ്സിലാക്കി ആരും അങ്ങോട്ട് പോയി ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, ഇവർ വരുത്തി വെച്ച കുറേ കാര്യങ്ങളാണ്. ഇവരാണ് ഈ സോഷ്യൽ മീഡിയ മുമ്പിലും അതുപോലെ ഈ പബ്ലിക്കിലും വന്നിട്ട് അതും ഇതും പറഞ്ഞ് കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഇവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ ഇവർക്കെതിരെ തിരിഞ്ഞത്. അല്ലാതെ ഇവരെ ഏറ്റവും കൂടുതൽ കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഇപ്പം ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ആ സമയത്ത് കൊല്ലം സുധിയുടെ അമ്മയെ പോലും ഓരോ ആൾക്കാർ നെഗറ്റീവായിട്ട് കമന്റ് ഇടുകയും നെഗറ്റീവ് കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊല്ലം സുധിയുടെ വീട്ടുകാർ നോക്കുന്നില്ല, എടുക്കുന്നില്ല, ഇവരെ ഒരു വഴിയാധാരമാക്കി കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവരെ ആൾക്കാർ അവരെ ഇത് പഴിചാരിയപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്ത്, ഇവരെ റിയൽ ക്യാരക്ടർ എന്തെന്ന് ഇവരെ NLE കാണിച്ചത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കുറേ കോലത്തരവും അതും കോമാളിത്തരങ്ങളെല്ലാം കാണിച്ച് ആൾക്കാരെ വായിരിക്കുന്നതും കേൾപ്പിച്ച് ആൾക്കാരെ കൊണ്ട് അതും ഇതെല്ലാം പറയിപ്പിച്ച് ഇവർ തന്നെയാണ്. അല്ലാതെ അങ്ങോട്ട് ആരും കയറിപ്പോയി ഇവരെ മെക്കിട്ട് കയറാൻ പോയതല്ല. പൈസ 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 എന്നുള്ള ആർത്തി മാത്രമേ ഇവർക്കുള്ളൂ. ഇപ്പം തന്നെ കൊല്ലം സുധിയുടെ ഒരു കൂട്ടുകാരൻ രതീഷ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ചാനലിനോടൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഈ രേണു സുധി കാരണമാണ് കൊല്ലം സുധി അങ്ങനെ കടക്കാരനായെന്ന്. കിട്ടുന്ന പൈസ എല്ലാം ഇവർ അന്നന്ന് തീർത്ത് അടിച്ചു പൊടിച്ച് പുറത്തു പോയി കറങ്ങി ഫുഡ് കഴിച്ച് തീർക്കുവാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ രേണു സുധി എന്താണ് പറഞ്ഞത്, ഈ രേണു സുധി വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതെല്ലാം സുധി വരുത്തി വെച്ച കടമാണ്, സുധിയാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അത് എത്ര പേര് കണ്ടെന്നറിയത്തില്ല, ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. എനിക്കറിയത്തില്ല അതിനെ മാത്രം ഒന്ന് ആള് സേവ് ചെയ്ത് ആളെ സംബന്ധിച്ച് ഒരു എന്താ പറയാ, ഇന്ന പൈസ എന്നാ ഇത്ര പൈസ അത് മതിയേ ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞാൽ അത് കൈ കൊണ്ടെങ്കിൽ പോരും. അത് സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്നതും കൊണ്ട് പോരും. എന്നിട്ട് അത് പാത്ത് വെക്കുവല്ല, അപ്പൊ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് അങ്ങനെ ആര് ചോദിച്ചാലും ഇല്ലെന്ന് പറയത്തില്ല, അവർക്കും കൂടെ എടുത്താൽ കൊടുക്കും. അതാണ് പറഞ്ഞ് ഞെട്ടിപ്പോയി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഇത്രയും നാളത്തെയും പുള്ളിയുടെ സമ്പാദ്യങ്ങളൊന്നും അവിടെ കണ്ടില്ല. കണ്ടല്ലോ, ഇവര് പറയുന്നത് കൊല്ലം സുധിയാണ് ഈ പൈസ എല്ലാം അനാവശ്യമായിട്ട് ചെലവഴിച്ച് കടങ്ങളെല്ലാം വരുത്തി വെച്ച് ഇത്രയും ബാധ്യതകളാക്കി വെച്ചെന്നാണ് ഇവർ രേണു സുധി പറയുന്നത്. പക്ഷേ കൊല്ലം സുധിയുടെ കൂട്ടുകാരൻ രതീഷ് എന്നാണ് പറഞ്ഞത് ഇവരാണ്. പക്ഷെ ഇപ്പം നമുക്ക് അതെല്ലാം വിശ്വസിക്കും, കാരണം ഇവർ ഈ പൈസയോട് ആർത്തി കാണിക്കുമ്പോഴത്തേക്ക് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കോമാളിത്തരങ്ങളും കോലത്തരങ്ങളുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ, ഇവരാണ് ആ പൈസ അത്രയും ഡെയിലി കിട്ടുന്ന കൊല്ലം സുധിക്ക് കിട്ടുന്ന പൈസയൊക്കെ അനാവശ്യമായിട്ട് ചിലവഴിച്ചിരുന്നത്. കാരണം ആ പ്രോഗ്രാമിലൂടെയൊക്കെ ഒരുപാട് ആ സമയത്ത് കൊല്ലം സുധിയൊക്കെ നല്ല ടോപ്പിൽ നിൽക്കുന്ന, ഈ മിമിക്രി ഇതിലും അതുപോലെ ഇങ്ങനെയുള്ള സ്റ്റേജ് ഷോയിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. നല്ല രീതിയിൽ പുള്ളിക്ക് നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി മരിക്കുന്ന സമയത്ത് പുള്ളിയുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടാണ് ഒരുപാട് സുഹൃത്തുക്കളും ഈ കലാപരമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പുള്ളിക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം കൊല്ലം സുധിയുടെ കൂട്ടുകാരൻ രതീഷും കൂടെ പറയുന്നൊന്ന് കേൾക്കാം. ഈ രേണുവിന്റെ എക്സ്പെൻസ് കൊണ്ടാണ് ഇങ്ങനെ കടം വാങ്ങിക്കുന്നത് മാത്രമാണ് പറഞ്ഞത്. പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പുള്ളിക്കാരി അപ്പോഴേ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ഒരു മുൻദേഷ്യവും കാര്യങ്ങളും പുള്ളിക്കാരി ഒരു അഹങ്കാരം പഠിച്ചുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ കിട്ടുന്ന പൈസ അന്ന് തന്നെ തീക്കണം എന്നുള്ളൊരു ഇതാണ്. ഇവർക്ക് ടൂർ പോകുകയാണ്, കിട്ടുന്ന പൈസ മൊത്തം അടിച്ച് തീക്കണം എന്നുള്ളൊരു പുള്ളി ഇതാണ്. കേട്ടല്ലോ, എന്തായാലും രേണു സുധി ബിഗ് ബോസ് എത്തിയിട്ടുണ്ട്. അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്നത് രേണു സുധി തന്നെ ആയിരിക്കും, അതിലൊരു സംശയമില്ല. അപ്പം എന്തായാലും നിങ്ങളെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ഓരോ ആൾക്കാർക്കും വോട്ട് കൊടുക്കുക. കാരണം ആരാണോ ജയിക്കേണ്ടത്, ആരാണോ ജയിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രാപ്തനായിട്ടുള്ള ആൾ ആ BB ഹൗസിൽ, അവർക്ക് മാത്രം വോട്ട് കൊടുക്കുക. എന്തായാലും ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം see you.